ചരിത്രത്തിൽ അതുല്യനായ സൂഫി ചക്രവാളത്തിലെ ഉന്നതികൾ തേടിയെടുത്ത മഹാനാണ് ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിതം നയിച്ച മഹാനല്ലേ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു. ഇബാദത്തിലൂടെ ആത്മീയമായ ജീവിതത്തിലൂടെ അല്ലാഹുവിന്റെ പൊരുത്തം നേടിയ മഹാനാണ്. എത്രത്തോളം എന്നറിയുമോ? ആളുകൾ ബസറയിലുള്ള ആളുകൾ ഹസൻ തങ്ങളുടെ അരികിലേക്ക് വരും. എന്തിനാ വരുന്നതെന്നറിയുമോ? വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി, നീറുന്ന പ്രയാസങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി. ആത്മീയ ലോകത്തെ ഉന്നതി നേടിയ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ജനങ്ങൾ ഒഴുകാറുണ്ടായിരുന്നു. ബസറയിലെ ആളുകൾ എന്ത് വിഷമം വന്നാലും ഹസൻ തങ്ങളുടെ അരികിൽ വന്ന് പരാതിപ്പെട്ടിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പറയാറുണ്ടായിരുന്നു. മഹാനവറുകൾ ദുആ ചെയ്തുകൊണ്ട് കൈ ഉയർത്തിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിന് ഉത്തരം കിട്ടുമായിരുന്നു. അല്ലാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തിയാൽ ആ ആവശ്യം നിറവേറിയിട്ടല്ലാതെ കൈ താഴ്ത്തുമായിരുന്നില്ല ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു. അത്രമേൽ ഉന്നതമായ ജീവിതത്തിന്റെ ഉടമയായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു തന്നോട് ചോദ്യം ഉന്നയിച്ചയാളോട് മറുപടി പറയുന്നത്, ഖുർആൻ പറഞ്ഞ ഈമാനിനെ കുറിച്ചാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് ഉറപ്പില്ല. ഞാനൊരു മുഅ്മിനാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈമാനിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ആ ഈമാനിനെ കുറിച്ച് ഞാനൊരു മുഅ്മിനാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല എന്ന് ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു. എന്തേ കാര്യം? വിശ്വാസിയുടെ അടയാളങ്ങളായി മുഅ്മിനീങ്ങളെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയ ആയത്തുകളാണത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, കരുതലോടെ ഗൗരവത്തോടെ പഠിക്കേണ്ടതാണ് നമ്മൾ. തീർച്ചയായും വിശ്വാസികൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാണ്, ഇന്നമൽ മുഅ്മിനൂൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ ആയത്ത് തുടങ്ങുന്നത് ഇന്നമാ എന്ന പദം കൊണ്ടാണ്. ശ്രദ്ധിക്കണേ, ഇന്നമാ എന്ന പദം ഉപയോഗിച്ചു തുടങ്ങിയാൽ ആ പറയാൻ പോകുന്ന